ഏപ്രിൽ 15 ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ്. നമ്മുടെ കൂട്ടത്തിൽ നാട്ടിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നൊന്നും തൽക്കാലം ധരിച്ചിട്ട് കാര്യമില്ല. നാട്ടിലേക്ക് ഇപ്പോൾ പോയാൽ വിമാന സർവീസുകളുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ഏത് ദിവസവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഓടി തിരിച്ചു വരാൻ പറ്റണമെന്നില്ല, എന്നെങ്കിലും ഒന്ന് കരുതണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കേസുകൾ അങ്ങനെയാണ്. ഇന്നലത്തെ കേസുകൾ ഇന്ത്യയിൽ എണ്ണം നോക്കുമ്പോൾ 2 ലക്ഷമാണ്. ഇന്നലെ 1000-ലധികം മരണവും അതിന്റെ അടുത്തൊന്നും മറ്റൊരു രാജ്യത്തും ഇന്നലെ രോഗബാധയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ വ്യാപകമായി അധികാരികൾ കണ്ണടച്ചുകൊണ്ട് അധികാരികൾ കണ്ണടച്ചുകൊണ്ട് ചില കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നതിന്റെ പാരിതോഷികം പോലെ ഏറ്റുവാങ്ങുകയാണ് ഈ ദുരന്തം. 2 ലക്ഷം ആളുകൾക്ക് രോഗബാധ വന്നു. അമേരിക്കയിൽ പോലും 78,000, ബ്രസീലിൽ 75,000, മറ്റ് വൻകിട തരംഗ രാജ്യങ്ങളിലൊക്കെ 45,000, 25,000 എന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇന്നലെ ഓഗസ്റ്റ് 14 വിഷുദിനത്തിൽ, ഉഗാഡി ദിനത്തിൽ, ബൈശാഖി ദിനത്തിൽ നമ്മുടെ നമ്പർ സൂചിപ്പിച്ചത് 2 ലക്ഷം എന്നാണ്. 1,99,500-ലധികം. ഇന്ന് 1 മണിക്കൂർ മുമ്പുള്ള റിപ്പോർട്ടിൽ പോലും വന്നിരിക്കുന്നു 1,98,000-ൽ പരം കൺഫേം ചെയ്തിരിക്കുന്നു കേസുകൾ എന്ന കാര്യം. 1,98,000-ൽ പരം കൺഫേം ചെയ്തിരിക്കുന്നു. 1020 മരണവും എത്തിയിരിക്കുകയാണ്. ഇതാണ് അവസാനം ഔപചാരികമായിട്ട് ഇന്ത്യയുടെ കണക്കിൽ WHO അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാട്ടിലേക്ക് ഇപ്പോൾ പോകാൻ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റുകളുണ്ട്, തിരിച്ചു വരാനും ഇപ്പോൾ ഫ്ലൈറ്റുകളുണ്ട്. ഏത് സെക്കൻഡിലും അത് നിർത്തലാക്കപ്പെടാം. അതിന്മേൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വരാം. ഒരറിയിപ്പുണ്ടാവുന്നത് വിമാനം വരേണ്ടതില്ല, പോകേണ്ടതില്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ടാകാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. MA യൂസുഫ് അലിക്ക് ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് അബുദാബിയിൽ രാജകുടുംബാംഗങ്ങൾ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചതിനു ശേഷം വിജയകരമായ ഒരു നട്ടെല്ല് ശസ്ത്രക്രിയ നടന്നു. ആശുപത്രിയിൽ അബുദാബിയിൽ ബുർജിൽ ഹോസ്പിറ്റലിൽ MA യൂസുഫ് അലി സുഖം പ്രാപിച്ചു വരുന്നു എന്ന വാർത്ത കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ മിസ്റ്റർ നന്ദകുമാർ അല്പം മുമ്പ് ഞങ്ങൾ അറിയിച്ചു. മാധ്യമങ്ങൾക്കുള്ള ഒരു വാർത്താക്കുറിപ്പും നൽകിയിട്ടുണ്ട്. MA യൂസുഫ് അലിക്കൊരു അപകടമുണ്ടായി എന്നറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥനാഭരിതമായി ലോകത്തെങ്ങുമുള്ള ഭരണാധികാരികളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും, ഭരണരംഗത്തും പ്രതിപക്ഷ രംഗത്തും ഒക്കെ ഇരിക്കുന്നവരെല്ലാം കാര്യങ്ങൾ നേരിട്ട് വിളിച്ചന്വേഷിക്കുകയും ആശംസകൾ നേരുകയുമായിരുന്നു. ഏതായാലും അബുദാബിയിൽ ഡോക്ടർ ഷംസീർ വയൽ MA യൂസുഫ് അലിയുടെ മരുമകനാണ്. ഡോക്ടർ ഷംസീർ അദ്ദേഹം നയിക്കുന്ന ബുർജിൽ ഹോസ്പിറ്റലാണ് 25 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിരക്ഷ നൽകിക്കൊണ്ടുള്ള നട്ടെല്ല് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. പ്രൊഫസർ ഡോക്ടർ ഷവാർബി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത്. ഏതായാലും വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, UAE-യുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, അതുപോലെ മറ്റുള്ള എല്ലാ എമിറേറ്റുകളിലെയും ഭരണാധികാരികൾ, നമ്മുടെ നാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ഒക്കെ വിളിച്ചന്വേഷിക്കുകയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും വിളിച്ചന്വേഷിക്കുകയും ബഹ്റൈൻ പ്രധാനമന്ത്രി കിരീടാവകാശി പ്രിൻസ് സൽമാൻ അടക്കമുള്ള മറ്റ് ഗൾഫ് ഭരണാധികാരികളൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന, ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന് ഇങ്ങനെ ഒരു പദവിയിൽ എത്താൻ പറ്റുന്നത്, എല്ലാ ഭരണാധികാരികളും താല്പര്യപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായി വളരാൻ കഴിയുന്നത്, അതികഠിനമായ 40-45 വർഷത്തിലധികമായി ഈ UAE-യിൽ കിടന്ന് ഗൾഫിൽ വിവിധ രാജ്യങ്ങളിലായി പടർന്നു ബന്ധലിച്ച്
കഷ്ടപ്പെടുന്നതിൻ്റെ, ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിൻ്റെ, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ, എത്രയെത്ര എല്ലാ മതങ്ങളിലെയും ആചാര്യന്മാർ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അതൊക്കെ കൊണ്ടാണ് പറയുന്നത്, നമ്മൾ അടയാളങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ സാരാംശമാണ് MA യൂസഫ് അലിയുടെ ജീവിതത്തിലൂടെ കാണുന്നത്. അതാണ് ഒരു ചെറിയ അപകടം പറ്റിയപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥനാ നിർഭരമായി ആശംസകളോടുകൂടി വിളിക്കുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദിന്റെ 100 മില്യൺ മീൽസ് എന്ന പദ്ധതിയിലേക്ക് MA യൂസഫ് അലി 10 ലക്ഷം ദിർഹം സംഭാവന ചെയ്യുകയുമായിരുന്നു. ഇന്ന് ഒരു കാരണവശാലും UAE-യിൽ ഇഫ്താർ ഗാദറിംഗ് പാടില്ല. ഇഫ്താറിന്റെ പേരിൽ സംഗമം വരുത്, വീടുകളിൽ പോലും ആളുകൾ പുറത്തുനിന്ന് വരരുത് എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലുകളിലാണെങ്കിലും അങ്ങനെയാണ്. വ്യക്തിപരമായി പോയി നോമ്പ് തുറക്കാമെന്നല്ലാതെ സംഘമായി പോകുന്ന പരിപാടി, ടെന്റുകളില്ല, പള്ളികളിൽ ഭക്ഷണമില്ല, അതുപോലെ ഒരിടത്തും അങ്ങനെ പോകരുതെന്ന് ഓർപ്പിക്കുന്നു. അതിന്റെ ശിക്ഷ കഠിനമായിരിക്കും. ഓരോരുത്തർക്ക് 5000 കൊടുക്കേണ്ടി വരും. അങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന, ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തിൽ 5 പേർ വരട്ടെ, 10 പേർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സൽക്കാരം നടത്തുന്നയാൾക്ക് 50,000 കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ആരെങ്കിലും വിളിച്ചാൽ തന്നെ സ്നേഹപൂർവ്വം നിരസിക്കുക. ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്ന് നല്ല മറുവാക്ക് ചൊല്ലുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ഫത്വ ഔക്കാഫിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. വനിതകൾക്ക് ഇപ്പോൾ പള്ളികളിൽ പോയി സമൂഹ തറാബിഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിച്ചാലും അത് സാധുവാണ് തറാബിഹ് എന്ന അർത്ഥത്തിൽ ഫത്വ വന്നിരിക്കുന്നു. അജ്മാനിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് 4 മണിവരെ വെളുപ്പിന് ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു അവ്യക്തത ഞങ്ങൾക്കുണ്ട്. അന്വേഷിക്കാൻ ശ്രമിച്ചു, വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് മറ്റു ചില കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ സർവീസ് ആകാം, അതല്ല വ്യക്തമായിട്ടും ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നിയമം ലംഘിച്ചുകൊണ്ട് തുറന്നിരിക്കുന്നു എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടിയുള്ള നടപടികളാവാം. എന്താണെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ പരിധി പകൽ സമയം മാത്രമല്ല, രാത്രിയുമുണ്ട്, രാത്രി മാത്രമല്ല വെളുപ്പാങ്കാലം വരെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. UAE-യിൽ ജനുവരിക്ക് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ആശ്വാസത്തിന്റെ വാർത്തയാണ്. ഇന്ന് 4 മരണം. ഇന്ന് രോഗബാധ 1928, 2,25,000 പേർ, 2.25 ലക്ഷത്തിൽ പരം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഇത്രയും രോഗബാധ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 8,000 കടന്നു പോകുന്നു. ആശങ്കാജനകമാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരൊറ്റ നേതാവും പറഞ്ഞില്ല ആളുകൾ സംഘടിക്കരുതെന്ന്. അതിന്റെയൊക്കെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ നൽകേണ്ടി വരുന്നത്. എന്നിട്ട് പ്രവാസി അങ്ങോട്ട് ചെന്നിറങ്ങുമ്പോൾ അവന് ക്വാറന്റൈൻ ഉണ്ടോ, അവന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ, അവന്റെ PCR ടെസ്റ്റ് ഉണ്ടോ, അവന് ബന്ധുക്കളെ കാണാൻ പറ്റുമോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങളുമായി ഒഴിവാക്കി വിടുന്ന ഈ ഒരു സമീപനം ഇപ്പോഴുമുണ്ട് പലയിടങ്ങളിലും. അതാ പ്രവാസി പെട്ടിയുമായി വരുന്നു, പെട്ടി നിറയെ കോവിഡാണ് എന്ന് പറയുന്ന തരത്തിൽ അജ്ഞത നടിക്കുന്നതോ അഭിനയിക്കുന്നതോ ഒക്കെയായിട്ടുള്ള സമീപനമുണ്ട് എന്ന കാര്യം വിട്ടുപോകരുത്. നമ്മുടെ നാടിന് വേണ്ടപ്പെട്ടവർക്ക്, സമൂഹത്തിന് ഈ പ്രവാസിയെ വേണ്ടത് ദുരന്തങ്ങൾ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ്. നാട് സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ നമ്മളെ വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രവാസികൾ വിഡ്ഢികളാണ്. പ്രവാസികൾക്ക് വേണ്ടി പ്രവാസികളുടേതായ അവകാശങ്ങൾ ചോദിച്ചെടുക്കാൻ നിയമസഭയിൽ അംഗങ്ങൾ ഉണ്ടാവണം. ഗൾഫ് മേഖലയിൽ നിന്ന് പാർലമെന്റിൽ അംഗങ്ങൾ ഉണ്ടാവണം. നിലവിലുള്ള പാർട്ടികളുടെ കൊടിപിടിക്കാത്ത മെമ്പർമാരുണ്ടാകണം. അതിനുവേണ്ടി എന്ത് പ്രവാസിക്ക് ചെയ്യാൻ പറ്റും? ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഇടത്തരം നേതാക്കന്മാർ, ഗൾഫിലുള്ളവർ പ്രതിഷേധിക്കും. നമുക്കെന്തിനങ്ങനെ? നിലവിലുള്ള നേതാക്കന്മാർ നമുക്ക് വേണ്ടി ഘോരം വാദിക്കുന്നുണ്ടല്ലോ, അവർ നമ്മളെ കാണാൻ വരുന്നുണ്ടല്ലോ, അവരുടെ സൽക്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ സൽക്കാരത്തിൽ അവർ വന്നിട്ട് കോഴിക്കാൽ കടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ ആത്യന്തികമായി പ്രവാസി നേരിടുന്ന നിർണായക മുഹൂർത്തങ്ങളിൽ ഒരാളും ചോദിക്കാനും പറയാനുമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രക്ഷോഭം വെച്ചിട്ടും പ്രതിഷേധം വെച്ചിട്ടും ഒച്ച വെച്ചിട്ടും പിന്നീട് ആരെങ്കിലുമൊക്കെ വന്നതിന്റെ ചരിത്രവുമുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രതിനിധിയെ, ഒരാളെയെങ്കിലും ഈ സദസ്സുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ഓരോരുത്തരും പോരാടണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. UAE-യിൽ ഇപ്പോൾ 14,800-ലധികം ആക്റ്റീവ് രോഗബാധിതർ. ഇന്ന് 1,614 പേർക്ക് രോഗമോചനം പ്രാപിച്ചിട്ടുണ്ട്.
ഒരു അന്താരാഷ്ട്ര കമ്പനി മലയാളികളെ വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. 2-3 വട്ടം പറഞ്ഞു. 100 കണക്കിന് ആളുകൾക്ക് അതിന്റെ ഗുണഫലം കിട്ടി. മലയാളികൾ വിശ്വസിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് നമ്പർ വാങ്ങാതെ, ഡെബിറ്റ് കാർഡ് നമ്പർ വാങ്ങാതെ ഒരു സാധനം കൊടുത്തിട്ട് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവരാണ് എന്ന് ഈ അന്താരാഷ്ട്ര പ്രസ്ഥാനം പേ റെമിറ്റ് അവർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിഭവങ്ങളുമായി ഫർണിച്ചർ അടക്കം, ലാപ്ടോപ്പ് അടക്കം, ആധുനിക മൊബൈൽ ഫോൺ അടക്കം, റെഫ്രിജറേറ്റർ അടക്കം, വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ, എയർ കണ്ടീഷണർ, ഇങ്ങനെ എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി വേണമോ അതെല്ലാം തൊട്ടടുത്ത ഏറ്റവും മികച്ച സ്റ്റോറിൽ നിന്ന് എത്തിച്ചു കൊടുത്ത് അതിന്റെ വാറന്റിയും ഗ്യാരണ്ടിയും കൊടുത്തുകൊണ്ട് പേ റെമിറ്റ് കേരളമൊട്ടാകെ വ്യാപിപ്പിക്കുകയാണ് അവരുടെ സർവീസ്. ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ദുബായ് വാർത്തയിലാണ് ആദ്യമായിട്ട് ഈ പേ റെമിറ്റിനെ കുറിച്ച് പറഞ്ഞതും. ഇങ്ങനെ ഒരു സർവീസ് മലയാളികൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കാർഡ് നമ്പർ കൊടുക്കാതെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി, 4 മുതൽ 6 മാസം വരെ അടയ്ക്കാം എന്ന് പറഞ്ഞത് പോലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ കൂട്ടിക്കൊടുത്തിരിക്കുന്നു. 3 മാസം മുതൽ 8 മാസം വരെ കൊണ്ടടയ്ക്കാം. ചില ആളുകൾ പറയുന്നു ഞങ്ങൾ 3 മാസം കൊണ്ട് അടച്ചുകൊള്ളാം. അതുപോലെ ചെറിയ തുകയ്ക്ക് പോലും ഇൻസ്റ്റാൾമെന്റ് തരും. 300 ദിർഹം മുതൽ മുകളിലോട്ട് എന്ന രൂപത്തിൽ പോലും ആക്കിക്കൊണ്ടാണ് പേ റെമിറ്റ്. ഈ പറഞ്ഞ ഉപകരണങ്ങൾ വേണോ? വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC. ഇപ്പോൾ എല്ലാ വീട്ടിലും AC വേണമെന്ന അർത്ഥത്തിൽ കേരളത്തിന്റെ താപനില മാറിയിരിക്കുന്നു. അതൊക്കെ നാളേക്ക് നാളെ വാങ്ങിവെക്കാം. ഇപ്പോൾ കാശ് കൊടുക്കേണ്ടതില്ല. ഒന്നാമത്തെ ഗഡു കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതും UAE-യിൽ കാശടയ്ക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുക്കാതെ ഒരു വിശ്വാസത്തിന്റെ ധാര അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടാണ് പേ റെമിറ്റ് മലയാളികൾക്കിടയിലെ സർവേ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടി. ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നേരത്തെ വാട്സപ്പ് ചെയ്ത ചില ആളുകൾക്കെങ്കിലും മറുപടി കിട്ടിയില്ല, സാധനം കിട്ടിയില്ല എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരാതികൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർ അത് പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യ നമ്പറാണ് 0091 8129 8129 988 988 988 988. ഈ നമ്പറിൽ ഒരു വാട്സപ്പ്, ഒരു ഹായ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ മറുപടി നമുക്ക് കിട്ടും. എന്ത് സാധനം വേണം, എവിടെയാണ് വീട്, തൊട്ടടുത്ത ഏറ്റവും മികച്ച ഓഥന്റിക് സ്റ്റോറിൽ നിന്ന് പേ റെമിറ്റ് എത്തിച്ചു നൽകും. വളരെ വിശാലമായ ഈസിയായ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ. UAE-യുടെ അയൽ രാജ്യമായ ഒമാനിൽ വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് നാളെ മുതൽ ഏപ്രിൽ 16 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അടിസ്ഥാന ഭക്ഷണ വിഭവങ്ങൾക്കൊന്നും വാറ്റില്ല. ഈ ചില സാധാരണ ഗ്രോസറി കടകൾ ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ അരി വാങ്ങുന്നതിനും വാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ പറയണം 500ഓളം ഭക്ഷണ വിഭവങ്ങൾക്ക് വാറ്റില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. അമേരിക്ക റഷ്യക്കെതിരെ വലിയൊരു ഉപരോധത്തിലേക്ക് നീങ്ങുകയാണ്. സൈബർ അറ്റാക്കുമായി റഷ്യ വരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഇലക്ഷനിലും ഇടപെട്ടു റഷ്യ എന്നാണ് പറയുന്നത്. ഇതെല്ലാം റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ UAE-യിലുണ്ടോ? ഇപ്പോൾ ഇന്നിതാ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സിന്ധ് പ്രവിശ്യയിൽ പണ്ട് ജനിച്ചു വളർന്ന 923 ജനിച്ച ഹരിചന്ദ് റായ് ജസുമൽ സാഹിത്യാനി ഇന്ന് 98-ാം വയസ്സിൽ ദുബായിൽ മരണമടഞ്ഞു. നാളെ ജബലലിയിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര പരിപാടികൾ നടക്കും. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് മധ്യപ്രദേശിന്റെ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ട്. ജെറ്റ്മാൻ എന്നറിയപ്പെടുന്ന സ്കൈ ഡൈവർ, അദ്ദേഹത്തിന്റെ പേര് ഫ്രഞ്ചുകാരനായ വിൻസെന്റ് റഫേ, നവംബറിൽ ദുബായിൽ മരണമടഞ്ഞതിന്റെ കാരണം അദ്ദേഹം ഡൈവിംഗ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ആ പാരഷൂട്ട് വിടർന്നിരുന്നില്ല എന്നതായിരുന്നു കാരണമെന്ന് അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണ റിപ്പോർട്ട് പറയുകയാണ്. ഷാർജയിലെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് സമ്മർ വെക്കേഷൻ ആരംഭിക്കുന്നത് ജൂലൈ 1-നായിരിക്കും. ഈ അക്കാഡമിക് ഇയറിൽ 182 ദിവസമായിരിക്കും സാധ്യമായ ദിവസങ്ങളുടെ എണ്ണം. 187 അല്ല, 182ആണ്. 5 ദിവസം കൂടി അവധി കൊടുത്തിരിക്കുകയാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം പേടിപ്പിക്കാനല്ല, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. ഒരു ലെറ്റ്യൂസ്, നമ്മൾ സാധാരണ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന ആളുകൾ താല്പര്യപൂർവ്വം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഈ ലെറ്റ്യൂസ്, ആ ഇല വാങ്ങിക്കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തുനിന്ന് 20 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈവ് പാമ്പ്. ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ആണ് സംഭവമെങ്കിലും ലോകത്ത് എവിടെയും സംഭവിക്കാം. 1000ഓളം കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തു നിന്നാണ്
പാക്ക് ചെയ്ത് ലെറ്റ്യൂസ് കൊണ്ടുവന്നത്. എന്നിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു, എന്നിട്ടും പാമ്പ് അങ്ങനെ ജീവനോടെ ഇരിക്കുന്നു. അടുക്കളയിൽ കൊണ്ടുവന്ന് ആ കുടുംബം പൊളിച്ചപ്പോഴാണ് പാമ്പ് പുറത്തിയാടുന്നത്. അതിന്റെ നാക്കിങ്ങനെ അനക്കിക്കൊണ്ട് വരുമ്പോഴാണ് അത് പാമ്പ് എന്നറിയുന്നത്. ഏതായാലും വലിയ സംഭവമായി അത് മാറിയിട്ടുണ്ട്. ഇത് എവിടെയും സംഭവിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം. പാക്ക് ചെയ്യുന്നവരും വാങ്ങുന്നവരും കൊണ്ടുവന്നിട്ടത് അതിനെ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നവരും വേവിക്കാൻ വേണ്ടി പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ദുബായ് വാർത്തയുടെ 430-ാം എപ്പിസോഡാണ് ഇന്ന് ഈ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് എന്ന പേരിൽ കൊടുക്കുന്ന. ഇതിന് ഓരോ പ്രേക്ഷകരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കാണുകയും ഇത് പ്രചരിപ്പിക്കുകയും അനുകൂലമായിട്ടുള്ള കമന്റുകൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ കാര്യങ്ങൾ അറിഞ്ഞും ചോദിച്ചും മനസ്സിലാക്കിയും ധരിപ്പിച്ചും മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ റമദാനിൽ അത്യാവശ്യമായ ഏതെങ്കിലും കുടുംബങ്ങളൊക്കെ ബുദ്ധിമുട്ടി കഴിയുന്നുണ്ടെങ്കിൽ, ആഹാരം കിട്ടാതെ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വരണം എന്ന കാര്യം വളരെ സ്വകാര്യമായി പറയുകയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നില്ല. ഞങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ടോ മറ്റോ നിങ്ങൾക്കൊരു സന്ദേശം അയക്കാം. ഞങ്ങൾ കുടുംബത്തിൽ ഇത്ര പേരുണ്ട്, ഞങ്ങളുടെ റൂമിൽ ഇത്ര പേരുണ്ട്, വളരെ ബുദ്ധിമുട്ടിലാണ്. പറ്റുമെന്നുള്ള അത്രയും എണ്ണം ആളുകൾക്ക്, ചില സന്മനസ്സുള്ള ആളുകൾ ചില സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയില്ലെങ്കിലോ വരുമാനമില്ലെങ്കിലോ ഞങ്ങളോട് നിങ്ങളത് ഇടപെടുക. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു വിടാതെ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരാനോ അത് കൊണ്ടുപോകാനോ ഉള്ളൊരു വഴി ഉണ്ടാക്കി തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ ചില നല്ല മനസ്സുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യം ഈ ഏപ്രിൽ 15-ന് സൂചിപ്പിക്കുന്നത്. അത്യാവശ്യക്കാർ ഇൻബോക്സിലേക്ക് വരട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്ദി.